ഹലോ ഗായ്സ്, ഇന്ന് സാറ്റർഡേ ഞാൻ തേണ്ടി തിരിയാൻ പോണത് ഇവരുടെ രണ്ടുപേരുടെയും കൂടെയാണ്. ഇതാണ് വിഷ്ണു കെ രാജു അഥവാ ക്രാജു ആൻഡ് ഹിസ് വൈഫ് വൈഷു. ഇന്ന് ക്രാജുവിന്റെ ബർത്ത്ഡേ ഉണ്ട്. നമ്മൾ മലേഷ്യയിലാണ് കറങ്ങാൻ പോണ. ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കാണിച്ചു എന്നുള്ള ഒരു സന്തോഷമാണ് ഇപ്പൊ നിങ്ങൾ മുഖത്ത് കണ്ടത്. മലേഷ്യയിലെത്തി ആദ്യം തന്നെ നമ്മൾ വൈഷുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ വിങ്സ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോയത്. നമുക്ക് 3 പേർക്കും ആനിമൽസിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മളൊരു ആനിമൽ കഫേല ഇന്ന് പോയേക്കണേ. സോ ഈ കഫേയിലെ മെയിൻ താരങ്ങളാണ് ഇവരൊക്കെ, അതായത് അൽപ്പാക്ക അഥവാ ലാമ. നമ്മൾ ചെന്നപ്പോൾ ഈ അൽപ്പാക്ക എല്ലാം റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അങ്ങനെ അവരെ ക്യാരറ്റ് ഫീഡ് ചെയ്യാം. എന്നാൽ ചിലവർ ഫീഡ് ചെയ്ത് അവർ മൈൻഡ് പോലും ചെയ്യില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ചമ്മിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരാൾ. വൈശുവാണ് നമ്മുടെ കൂട്ടത്തിൽ ധൈര്യപൂർവ്വം ആദ്യം ചെന്ന് തൊട്ടത് കേട്ടോ. പിന്നെ ഞാനും തൊട്ടു. നല്ല സുഖമായിരുന്നു. നിങ്ങൾക്കറിയോ ലാമ സ്പിറ്റ് ചെയ്യും, അതായത് തുപ്പും. അത് പറഞ്ഞപ്പോൾ മുതലാണ് ക്രാജു പേടിച്ച് നടക്കണ്ടായിരുന്നു തൊടാനായിട്ട്. അവസാനം വൈശുവിന്റെ കൂടെ പോയി തൊട്ടു. പിന്നെ നോക്കിയപ്പോ ഈ ലാമക്കുട്ടൻ എണീറ്റ് നടന്ന് വൈശുവിന്റെ ഷാളൊക്കെ കടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. ക്യാരറ്റ് കഴിച്ച് മടുത്തു എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡിന്റെ ഫോട്ടോസ് എടുക്കാൻ എന്നേക്കാൾ ശുഷ്കാന്തിയുള്ള ഒരാളെ ഞാൻ ഇപ്പോഴാണ് കാണണേ. അതിന്റെ ഇടയിൽ ചൂടുള്ളവനെ മാത്രമേ കോഫിന്ന് വിളിക്കൂന്നും പറഞ്ഞ് എന്റെ ഐസ് കോഫീനെ പുച്ഛിച്ചും വിട്ടു. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കാപ്പിബറ കഫേയിലും നമ്മൾ കയറി. പക്ഷെ അവിടെ ഒരു കാപ്പിബറ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരെണ്ണത്തിന് നമ്മൾ കുറച്ചു നേരം കണ്ടു നിന്നു. ഇതാണ് ആ ജീവിട്ട. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ പോയത് ഡങ്കാബേയിലോട്ടാണ്. ഇവിടെ നമുക്ക് ലൈവായിട്ടുള്ള കടൽ ജീവികളെ കാണാം. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് നമുക്ക് വറുത്തും കറി വെച്ചൊക്കെ തരും. മീനുകൾ, ക്രാബ്, ലോബ്സ്റ്റർ, ഓയിസ്റ്റർ, കക്കകൾ, പിന്നെ എന്തൊക്കെയോ ജീവികൾ, അങ്ങനെ എല്ലാത്തിനെയും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കടൽ കാണാൻ പോയി. ഈവനിങ് ആയെങ്കിലും പൊരി വെയിലായിരുന്നു. അങ്ങനെ വൈശുവായിരുന്നു വഴി കാട്ടിക്കൊണ്ടിരുന്നത്. സൺസെറ്റ് കാണാൻ വന്നത്, പക്ഷെ വെയിലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റാർബക്സിൽ കയറി വെയിലൊന്ന് ചാഞ്ഞിട്ട് പോകാലോ എന്ന് വെച്ച്. അങ്ങനെ ഡ്രിങ്കൊക്കെ മേടിച്ച് കുടിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു കടയിൽ കയറി കുറച്ച് ബൂമറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ ബീച്ചിലോട്ട് നടന്നു. അങ്ങനെ ബീച്ചിലേക്ക് നടന്നെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സണ്ണൊക്കെ എപ്പോഴേ സെറ്റി കഴിഞ്ഞ് പോയിന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ സ്റ്റിൽ സ്കൈയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ജോഹോ പ്രീമിയം ഔട്ട്ലെറ്റ്സ്, അതായത് പ്രീമിയം ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ്. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവിടെ കുറച്ച് നേരം പല പല ബ്രാൻഡ്സിലൊക്കെ കറങ്ങി ഡിസ്കൗണ്ട്സും ഓഫേഴ്സൊക്കെ നോക്കി വെച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് എഗെയിൻ ഫുഡ് കഴിക്കാനായിരുന്നു, അതായത് ഡിന്നർ. ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്, ഹദ്രാമൗത്ത്. സോ ഇവിടെ ഇങ്ങനത്തെ കുട്ടി കുട്ടി ഷോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. ഇതായിരുന്നു മലേഷ്യയിലെ ലാസ്റ്റ് പരിപാടി. ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ടയേർഡായി വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.